إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖദ്ദമു യാ ഇഖ്വാൻ ഫീ മക്കാൻ തഖദ്ദമു ഇല ദാഖിൽ. ഉള്ളിലേക്ക്, പള്ളിയുടെ ഉള്ളിലേക്ക് പരമാവധി കയറിയിരിക്കാവുന്നതാണ്. വാതിലിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പിന്നീട് വരുന്ന ആളുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇഫ് യു ഗെറ്റ് ഇൻസൈഡ് ഇറ്റ് ഈസ് ബെറ്റർ rather than standing nearby the door. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദബ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അൽ ആദാബു ശർഇയ്യ, ശർഇയായി ഒരു മുഅ്മിനിന് പഠിപ്പിക്കപ്പെട്ടതായ അദബുകൾ, അത് അങ്ങേയറ്റം പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാം. അൽ അഖ്ലാഖു മിർആത്തുൽ ഖൽബ്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതെന്തോ അത് പ്രതിഫലിക്കുന്നതായ കണ്ണാടിയാണ് അവന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അൽ അഖ്ലാഖു വൽ ആദാബു മിർആത്തുൽ ഖൽബ്, ഒരു മനുഷ്യന്റെ മര്യാദ, അദബ് എന്ന് പറയുന്നതും അവന്റെ സ്വഭാവം എന്ന് പറയുന്നതും അവന്റെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് പുറത്തേക്ക് പ്രതിഫലിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. يقول الله عز وجل واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുന്ന, പടച്ച റബ്ബിന്റെ അരികിലേക്ക് നിങ്ങൾ മടങ്ങുന്നതായ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അന്നേ ദിവസം നിങ്ങളുടെ ഓരോ കർമ്മങ്ങളെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും എല്ലാ അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും പടച്ച റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതായിരിക്കുമെന്നാണ്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നു. ജാഅ റജുലുൻ ഇലാ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഫഖാൽ ഇന്ന സാഹിബകും ലയുഅല്ലിമുകും കൈഫ തസ്നഊൻ ഹത്താ ഇദാ അതാ അഹദുകുമുൽ ഗായിത. നിങ്ങളിൽ ഒരാൾ മലമൂത്ര വിസർജനത്തിനു വേണ്ടി പോകുന്ന വേളയിലുള്ള മര്യാദകൾ പോലും നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ എന്ന് അങ്ങേയറ്റം അദ്ദേഹത്തെ പരിഹാസ രൂപേണ ചോദിച്ച ജൂതനായ മനുഷ്യനോട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല നഅം
علمنا رسول الله صلى الله عليه وسلم ألا نستقبل القبلة ولا نستدبرها وأن لا يستنجي أحد بيمينه. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഞങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകൾ പോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മലമൂത്ര വിസർജനം നടത്തുന്ന വേളയിൽ നിങ്ങൾ ഖിബിലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത് എന്നും നിങ്ങളുടെ വലതു കൈകൾ കൊണ്ട് നിങ്ങൾ അത് വൃത്തിയാക്കാൻ വേണ്ടി വലതു കൈ ഉപയോഗിക്കരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നുവെന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ അദബുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ നിസാരമായി പോലും നമ്മൾ കാണുന്ന കാര്യങ്ങളെ പോലും അവിടുന്ന് വിശദീകരിച്ചു തന്നു. قال النبي صلى الله عليه وسلم إن الله يحب العطاس ويكره التثاؤب. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ തുമ്മുകയാണെങ്കിൽ പടച്ചറബ് അത് ഇഷ്ടപ്പെടുന്നുവെന്നും എന്നാൽ തഥാഉബ് ആലസ്യത്തോടുകൂടി കൊട്ടാവിടി ഇടുകയെന്നുള്ളത് അള്ളാഹുവിന് വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു فإذا عطس أحد فحمد الله فحق على كل مسلم سمعه أن يشمته. ഒരാൾ തുമ്മുകയും അൽഹംദുലില്ലാ എന്നയാൾ പറയുകയും ചെയ്താൽ അത് കേട്ട ഓരോ മുസ്ലിമും യർഹമുക്കല്ലാ എന്നവൻ പറഞ്ഞിരിക്കണം. അത് അവന്റെ മേലുള്ള ബാധ്യതയാണ്, ഹക്കാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യൻ തുമ്മുന്ന വേളയിൽ അൽഹംദുലില്ലാ എന്ന് പറയണമെന്നും അത് കേൾക്കുന്ന വ്യക്തി യർഹമുക്കല്ലാ എന്ന് അവനോട് തിരിച്ചു പറയണമെന്നും പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഹദീസിൽ കാണാൻ സാധിക്കും കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതസ് ഗത്താ വജ്ഹഹു ബിയദിഹി ഔ സൗബിഹി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മുന്ന വേളയിൽ ഒന്നും മറക്കാതെ മറ്റുള്ളവരുടെ മേലേക്കും മറ്റുമൊക്കെ തെറിക്കുന്ന രൂപത്തിൽ തുമ്മാറുണ്ടായിരുന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൾ കൊണ്ട് വായ പൊത്തിപ്പിടിക്കുകയും അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് വായ പൊത്തിപ്പിടിക്കുകയും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ തുമ്മുന്ന വേളയിൽ, പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്ന സമയത്ത് ഇതേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പൊ തുമ്മുന്ന വേളയിൽ ആളുകൾ മുഖം പൊത്തിപ്പിടിക്കണമെന്നൊക്കെ പ്രത്യേക നിർദ്ദേശങ്ങൾ അന്ന് ഇറങ്ങിയിരുന്നു. എന്നാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ തുമ്മുന്ന വേളയിൽ അവിടെ നിങ്ങൾ മുഖം പൊത്തിപ്പിടിക്കണം, അൽഹംദുലില്ലാ എന്ന് പറയണം. വയഗ്ദു ബിഹാ സൗതഹ്, ശബ്ദമേറെ ഉയർത്തിക്കൊണ്ട് തുമ്മരുത്, ശബ്ദം പരമാവധി താഴ്ത്തുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. മാത്രമല്ല ഇന്ന ശൈത്താന യുഹിബ്ബു അഹദുക്കും ഇദാ തതാഅബ്, ആരെങ്കിലും കൊട്ടാവിയിടുമ്പോൾ പിശാച് അത് ഇഷ്ടപ്പെടുന്നുവെന്നും ഫഇദാ ഖാല അഹദുക്കും ഹാ, കൊട്ടാവിയിട്ടുകൊണ്ട് ഹാ എന്നൊരു മനുഷ്യൻ പറയുകയാണെങ്കിൽ വായ തുറന്ന് ആളുകളെയൊക്കെ കേൾപ്പിക്കുന്ന വിധം ശബ്ദമുണ്ടാക്കി കൊട്ടാവിയിടുകയാണെങ്കിൽ പിശാച് ചിരിക്കുമെന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാണാൻ സാധിക്കും. അങ്ങനെ ചെയ്യരുത് എന്നാ. പരമാവധി ശബ്ദം താഴ്ത്തി ഫൽയറുദ്ദഹു മസ്തതാ, സാധിക്കുന്ന വിധം കൊട്ടാവി ഇടാതിരിക്കാൻ ശ്രമിക്കണം. ഒരാൾക്ക് കൊട്ടാവി ഇടാൻ വന്നാൽ പരമാവധി അത് കൊട്ടാവി ഇടാതിരിക്കാൻ അയാൾ നോക്കണമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും തജശ്ശഅ റജുലുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം والتجشؤ صوت يخرج من المعدة عبر الفم صوت كريه يخرج من المعدة عبر الفم. ഒരാള് ഏമ്പക്കം വിടാൻ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. അഥവാ ആമാശയത്തിൽ നിന്ന് അയാൾ കഴിച്ച ഭക്ഷണത്തിന്റെ വാസനയോടുകൂടി വരുന്ന ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ശബ്ദം, ആ ഒരു ശബ്ദം സദസ്സിൽ സഹാബാക്കൾക്കിടയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വെച്ച് ഒരാള് അങ്ങനെ ഏമ്പക്കത്തിന്റെ ശബ്ദം പുറപ്പെടുവിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു കുഫ അന്ന ജുശാഅക്, നിന്റെ ഈ
ശബ്ദം അത് നീ ആളുകൾക്കിടയിൽ വെച്ച് നീ അങ്ങനെ ചെയ്യരുത്. പരമാവധി അത് ശബ്ദം ഇല്ലാതിരിക്കാനും മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും നീ ശ്രദ്ധിക്കണം. ഈ ഹദീസുകളൊക്കെ പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ അദബിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും നമുക്ക് പഠിപ്പിക്കാതെ പോയിട്ടില്ല. എല്ലാ കാര്യങ്ങളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വാരി വലിച്ചു കഴിക്കരുത്, മാത്രമല്ല വയറ് നിറച്ചു ഉണ്ണരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മലഅ ഇബ്നു ആദം വിആഅൻ ശർറൻ മിൻ ബത്നിഹി, തന്റെ വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രവും ഒരു ആദമിന്റെ സന്തതിയും നിറച്ചിട്ടില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിഹസ്ബി ഇബ്നി ആദമ ലുഖൈമാതുൻ യുഖിംന സുൽബഹു, അവന്റെ നട്ടെല്ല് നിവർന്നു നിൽക്കാൻ ആവശ്യമായ ഏതാനും ഉരുടകൾ മാത്രം അവന് മതിയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, വഇൻ കാന ലാ ബുദ്ദ, ഭക്ഷണം വല്ലാതെ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ കഴിക്കാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തന്നെയും ഫസുലുസുൻ ലിതആമി വസുലുസുൻ ലിശറാബി വസുലുസുൻ ലിനഫസി, അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവന്റെ വയറിന്റെ 1/3 മാത്രമേ ഭക്ഷിക്കാവൂ എന്നും ബാക്കി 1/3 പാനീയത്തിനുള്ളതാണ് എന്നും ബാക്കി 1/3 അവന്റെ നഫസിന് ഉള്ളതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതൊക്കെ അദബുകളിൽപ്പെട്ട കാര്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ അദബുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ما من شيء يقربنا إلى الجنة إلا وقد أمرنا بها رسول الله صلى الله عليه وسلم وما من شيء يباعدنا عن النار إلا وقد نهانا وما من شيء يقربنا إلى النار إلا وقد نهانا عنه صلى الله عليه وسلم. അമ്മ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു തന്നു. നരകത്തിലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് അല്ലാഹുവിന്റെ റസൂൽ വിലക്കുകയും ചെയ്യരുത് എന്ന് പറയുകയും ചെയ്തു. സഹോദരങ്ങളെ, ഹദീസ് പരിശോധിക്കുകയാണെങ്കിൽ തബസ്സമൻ നബിയു, അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു. വഹിക്കൻ നബിയു, അല്ലാഹുവിന്റെ റസൂൽ ചിരിച്ചു. ബക്കൻ നബിയു, അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ നടന്നതും അല്ലാഹുവിന്റെ റസൂലിന്റെ രൂപവും അവിടുത്തെ പുഞ്ചിരിയും അവിടുത്തെ എല്ലാ ജീവിതത്തിലെ സന്ദർഭങ്ങളും സ്വഹാബാക്കൾ നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഒരു കാര്യം മാത്രം സ്വഹാബാക്കൾ പറഞ്ഞു തന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മൗലിദ്, അവിടുത്തെ നബിദിനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ആഘോഷിച്ചതായി ഒരു സഹാബിയും പറഞ്ഞു തന്നില്ല. അത് വെറുതെ പറഞ്ഞു തരാതെ പോയതല്ല. ഒരൊറ്റ സ്വഹാബിയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിദിനം ആഘോഷിച്ചിട്ടില്ല. ഇഹ്തിഫാലു ബിൽ മൗലിദി ബിദ്അത്തുൻ ابتدعه الناس بعد رسول الله صلى الله عليه وسلم وبعد الصحابة وبعد التابعين وأتباع التابعين. ഖുറൂനുൽ മുഫദ്ദലയിൽപ്പെട്ട ആളുകൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂലിനോ സ്വഹാബാക്കൾക്കോ താബിഈങ്ങൾക്കോ തബഉ താബിഈങ്ങൾക്കോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കോ ആരും ആഘോഷിച്ചിട്ടില്ലാത്ത, പരിചയമില്ലാത്ത കാര്യമാണ് നബിദിനം ആഘോഷിക്കുക. ഇതര സമുദായങ്ങളുടെ സ്വഭാവമാണ്, അല്ലേ? ചില പ്രത്യേകമായ ജയന്തി എന്ന് പറയുന്ന ദിവസങ്ങളുണ്ട്. എന്താ? അവർ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവർ വലിയ മഹത്തുക്കളായി കാണുന്ന വ്യക്തികളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസങ്ങളെയാണ് അവർ ജയന്തികളായി കൊണ്ടാടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലതത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്റിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ദുബ്ബിൻ ലദഖൽതുമൂഹ്. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾ നിങ്ങൾ പിൻപറ്റുന്ന കാലഘട്ടം വരും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവർക്ക് പിന്നാലെ നിങ്ങൾ പോകും.
അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ പോലും ആ ഉടുമ്പിന്റെ മാളത്തിൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങൾ, അത് ഗൗരവമുള്ള വിഷയമാണ്. മാസിയത്തിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ആഘോഷിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ പുഞ്ചിരിയും അവിടുത്തെ മുഖവും അവിടുത്തെ രൂപവും അവിടുത്തെ എല്ലാ ജീവിതത്തിലെ സന്ദർഭങ്ങളും റിപ്പോർട്ട് ചെയ്ത സഹാബാക്കൾ മൗലിദ് മാത്രം റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അതില്ലായിരുന്നു, അതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാതെ പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങളാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ രണ്ട് ആഘോഷങ്ങൾ, ഒന്ന് ഈദുൽ ഫിത്റും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. അതല്ലാത്ത ആഘോഷങ്ങൾ നിങ്ങൾക്കില്ല. മറ്റൊന്ന് യൗമുൽ ജുമഅയാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസത്തിന്റെ പ്രത്യേകത അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, സുഇല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ദാക യൗമുൻ ഉലിത്തു ഫീഹി, അത് ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണം എന്നാ പറഞ്ഞത്. അന്ന് ദിവസം ഭക്ഷണം ഉണ്ടാക്കി പാകം ചെയ്ത് ആഘോഷിക്കണമെന്നല്ല. ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് പ്രത്യേകത പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസമാണ് അതെന്നും, എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച ദിവസത്തിൽ അതിനുള്ള ശുക്ർ എന്നോണം നോമ്പെടുക്കണമെന്നുമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള സുന്നത്ത് എന്നുള്ളത് കൂടി ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.